CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ പിതാവിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി. വിവരാവകാശ പ്രവർത്തകൻ അമിത് തിവാരിയാണ് പരാതി നൽകിയത്. വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ മകനെ വിദേശത്ത് പഠിക്കാൻ അയച്ചതിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന് പരാതിയിൽ. കേന്ദ്ര GST വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് പരാതി നൽകിയത്. അതേസമയം CJP മാർച്ചിന് നേർക്കുള്ള പോലീസ് അതിക്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് CJP ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിലും വീഡിയോ സന്ദേശം പ്രതീക്ഷിക്കുന്നുവെന്ന് അഭിജിത്ത് ദീപ്കെ. പെൺകുട്ടികളുടെ തലയ്ക്കടക്കം പോലീസ് മർദ്ദനമേറ്റുവെന്നും വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്നും ആരോപണം. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ ഇങ്ങനെയുള്ള പരാതികൾ വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. ഉറപ്പായും അങ്ങനെയാണ് ഇപ്പോൾ കരുതാൻ. കാരണം മഹാരാഷ്ട്ര സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് അഭിജിത്ത് ദീപ്കയുടെ പിതാവ്. മഹാരാഷ്ട്ര പൂനെയിലാണ് താമസം. ഭഗവാൻ റാവു ദീപ്കെ എന്നാണ് പേര്. 60,000-65,000 രൂപയാണ് വിരമിച്ചിരിക്കെ ഈ ഉദ്യോഗസ്ഥന് ശമ്പളമായി ലഭിച്ചിരുന്നത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് മകനെ അമേരിക്കയിൽ വിദേശത്തയച്ച് പഠനം നടത്തിക്കാൻ കഴിയുക എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് വിവരാവകാശ പ്രവർത്തകൻ അമിത് തിവാരി പരാതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര GST വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് PTI അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു അന്വേഷണത്തിന് പരാതി നൽകിയിരിക്കുന്നത് CJP അംഗീകൃത പാർട്ടിയല്ല. അങ്ങനെ ഇരിക്കെയാണ് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ 1 കോടി രൂപ നിയമസഹായത്തിനായി CJPക്ക് വേണ്ടി സംഭാവന ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത്. ഇത് നിയമപ്രകാരം അംഗീകരിക്കാൻ കഴിയുന്നതല്ല, നിയമലംഘനമാണെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും വിചിത്രമായ ചില പരാതികളാണ്. അച്ഛന് എത്ര രൂപ സാമ്പത്തിക സ്രോതസ്സുണ്ട്, മകനെ വിദേശത്ത് പഠിപ്പിക്കാൻ എങ്ങനെയാണ് സമ്പത്ത് കണ്ടെത്തിയത് എന്നതിൽ പരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവരാവകാശ പ്രവർത്തകൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര GST വകുപ്പിനാണ് പ്രധാനപ്പെട്ട പരാതി. CJPക്ക് സംഭാവന നൽകുന്നതിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറ്റൊരു പരാതിയും നൽകിയിട്ടുണ്ട്. മാധു.